അങ്ങനെ ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ കണ്ടാലോ? അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ചെയ്യാൻ പോണത്. അങ്ങനെ നമ്മുടെ വീട്ടിലൊരു ബർത്ത്ഡേ ഉണ്ട്. ഇവിടെ അല്ല കേട്ടോ, തിരൂരാണെങ്കിൽ കുറച്ച് ദിവസമായി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്താനായിട്ട് എൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാനായിട്ട് വൈലത്തൂര് എന്ന് പറയുന്ന സ്ഥലത്തൊരു കടയിൽ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ. വേഗം തന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ചധികം ദൂരം ഉണ്ട് കേട്ടോ അങ്ങോട്ട് പോരാനൊക്കെ. അധികം എന്ന് വെച്ചാൽ നമ്മൾ വീട് പാണ്ടിക്കാടാണ്. പാണ്ടിക്കാട് നിന്ന് തിരൂര് വരെ എത്തണം. ഞങ്ങളൊന്നും അധികം ദൂരമൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇത് കുറച്ച് ദൂരമായിട്ടൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബർത്ത്ഡേ പോയി. ഇവൻ കുറേ കാലത്തിന് ശേഷം നമ്മളൊക്കെ കാണുന്നതുകൊണ്ട് അടുത്തേക്കൊന്നും വരുന്നില്ലായിരുന്നു കേട്ടോ. പൊതുവെ അങ്ങനെയാണ്. പിന്നെ ഇവർക്കൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ ഇങ്ങനെ ഒരുമിച്ച് കൂടാറ്. പിന്നെ അല്ലൂട്ടിക്കൊക്കെ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ അവൾക്ക് സ്കൂളിലേക്കൊന്നും പോകാറില്ല, പനി ആയതുകൊണ്ട്. അപ്പം ഇന്ന് അവരെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇനിയിപ്പോൾ കേക്കൊക്കെ മുറിക്കാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് സുന്ദരനാവാന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഷർട്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പം അച്ഛനും അമ്മയും കൂടെ കുട്ടീനെ മുണ്ടിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കടന്ന് കെതിയിടാണ്. വീടിൻ്റെ അടുത്ത് കൂടെ അങ്ങനെ ട്രെയിനൊക്കെ പോണത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് നല്ല പിക്കൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബർത്ത്ഡേക്കുള്ള കേക്കൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. നമ്മളത് എപ്പോഴാണ് മുറിക്കാമെന്നും പറഞ്ഞ് ഒരുപാട് ടൈമായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലുമോൾക്കൊന്നും ഒരു സാവകാശമല്ല, കുറേ സമയമായി അതിൻ്റെ അടുത്ത് ഇങ്ങനെ കയ്യും പിടിച്ചിരിക്കണം കേട്ടോ. അത് എപ്പോഴാണ് മുറിക്കാമെന്ന് ആലോചിച്ചിട്ട്. എന്തായാലും കേക്ക് മുറിക്കാനുള്ള സമയമായിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് കേക്ക് മുറിക്കാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ബിച്ചിട്ട് അതുപോലെ തന്നെ എല്ലായിടത്തേക്കും നോക്കുകയാണ്. അതിപ്പം എന്തൊക്കെ ചെയ്യുക. തൊപ്പി വയ്ക്കൽ വല്ലാത്തൊരു പണിയായിരുന്നു കേട്ടോ. എന്തായാലും കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം എങ്ങനെയൊക്കെയോ അത് തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, വെക്കുമ്പോഴേക്ക് വീണ്ടും അത് എങ്ങനെയൊക്കെയോ ചാടിയും കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്തത് നമുക്ക് വേഗം തന്നെ കേക്ക് മുറിക്കാനുള്ള ടൈമൊക്കെ എത്തിയിട്ടാണ്. അങ്ങനെ കാത്തിരുന്ന് കേക്ക് മുറിക്കാനുള്ള പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് സദ്യ കഴിക്കലൊരു പരിപാടി ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കേക്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിഭവങ്ങളും ഇല്ല, നല്ല അടിപൊളി സദ്യ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അച്ചാറെത്തി, സാമ്പാറെത്തി, പുളിശ്ശേരി എത്തി, എലിശ്ശേരി എത്തി, എല്ലാവരും ഓരോ വിഭവങ്ങൾ ഇങ്ങനെ വിളമ്പിയും കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാതും വിളമ്പി കഴിഞ്ഞിട്ട് നമ്മൾ വിളക്കൊക്കെ വെച്ചിട്ട് ആദ്യം ചോറ് കൊടുക്കുക നമ്മുടെ ബർത്ത്ഡേക്കാരനാണ് കേട്ടോ. അപ്പോൾ എല്ലാതും വിളമ്പി കഴിഞ്ഞതിന് ശേഷം അവനെടുത്തിയിട്ട് ഷാദി ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിച്ചിട്ടൻ ചോറിനോണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ എല്ലാവരും ഇരുന്ന് ചോറിനാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അടുത്ത വീട്ടിലെ കുറച്ച് കുട്ടികളും നമ്മളും ഇല്ല, ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ചോറിനോണ്ടിരിക്കുകയാണ് കേട്ടോ. 2 വിധം പായസമൊക്കെ ഉണ്ടായിരുന്നു, പാലട പായസമോ ശർക്കര പായസമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.